തിരുവനന്തപുരം പട്ടം ആശുപത്രിയിൽ ഒരു കൊലപാതക വാർത്തയാണ്. ഡയാലിസിസ് ചികിത്സയിലായിരുന്ന ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ചു. കരകുളം സ്വദേശി ജയന്തിയാണ് മരിച്ചത്. കൊലയ്ക്കു പിന്നാലെ ഭർത്താവ് ഭാസുരേന്ദ്രൻ ജീവനൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്, വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നൊരു വാർത്തയാണ്. ഈ ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു ഭാര്യ എന്നാണ് അറിയുന്നത്. പട്ടം SUT ആശുപത്രിയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് ഹരി? അരുൺ, പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് കരകുളം സ്വദേശിനിയായിട്ടുള്ള ജയന്തി മരിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഡയാലിസിസ് ചികിത്സയിലായിരുന്ന ജയന്തിയാണ് ഭർത്താവ് ഭാസുരേന്ദ്രൻ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ 5ാം നിലയിൽ നിന്ന് SUT ആശുപത്രിയുടെ 5ാം നിലയിൽ നിന്ന് ഭാസുരേന്ദ്രൻ ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. ഇതിൽ കഴിഞ്ഞ 1-ാം തീയതി മുതൽ, അതായത് ഒക്ടോബർ 1 മുതൽ തന്നെ കിഡ്നി സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജയന്തി ഇവിടെ SUT ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായതെന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പോലീസ് പറയുന്നത്. അതായത് രാവിലെ 5:30 ഈ ഭാസുരേന്ദ്രൻ 5ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കാൻ ശ്രമിക്കുന്നത്. ഗുരുതരാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും അപ്പോൾ തന്നെ ഭാര്യ വിവരം, അതായത് അതേ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ ഈ വിവരം അറിയിക്കാൻ വേണ്ടി ആശുപത്രി ജീവനക്കാർ മുറിയിലെത്തി, അല്ലെങ്കിൽ വാതിൽ തുറന്നപ്പോഴാണ് അവിടെ മരിച്ച നിലയിൽ ഈ ജയന്തി കിടക്കുന്നത് കണ്ടത്. ഇലക്ട്രിക് ബെഡ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിൾ കഴുത്തിൽ മുറുക്കിയാണ് ജയന്തിയെ ഭാസുരേന്ദ്രൻ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. പുലർച്ചെ തന്നെയായിരിക്കും ഈ സംഭവം നടന്നിരിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം ഓക്കെ ഹരി, വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്താണല്ലേ, നമുക്ക് എന്തായാലും പറയാൻ പറ്റുക. വളരെ സങ്കീർണമായൊരവസ്ഥയിലൂടെയായിരിക്കും അദ്ദേഹവും കടന്നുപോയിട്ടുണ്ടാവുക, ഒരുപക്ഷെ ആ ഭാര്യയും കടന്നുപോയിട്ടുണ്ടാവുക. കൂടുതൽ വിവരങ്ങൾ ഹരി ശേഖരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരും. നമ്മൾ തളർന്നു പോകുന്നത് ആരോഗ്യം പൂർണ്ണമായിട്ട് ഇല്ലാതെ പോകുന്ന അവസ്ഥയിലാണ്. പലപ്പോഴും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു വിഷാദം കാണാം. അങ്ങനെ ആകരുത്. പ്രതീക്ഷയുടെ ഒരു കനൽ അവസാന നിമിഷമെങ്കിലും സൂക്ഷിക്കണം. നമുക്ക് സാധ്യമാണെന്നേ പലതും. നിരാശപ്പെട്ടു പോകരുത്. നിരാശയ്ക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകും എന്നുള്ളതാണ്. അപ്പോൾ എന്താണതിൽ സംഭവിച്ചതെന്നറിയില്ല. ജീവനതുല്യം സ്നേഹിച്ചിട്ടുണ്ടാകും ആ ഭാര്യ എന്നതും ഉറപ്പാണ്. പക്ഷേ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ആ ചികിത്സയുമായി ബന്ധപ്പെട്ടാണോ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതെന്ന് നമുക്കറിയില്ല. ഹരി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ യഥാർത്ഥ കാരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്തായാലും വളരെ സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയായി പോയി.